ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വൈകുന്നു. ഹൈക്കോടതി ഉത്തരവിറങ്ങി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എഫ്ഐആർ ഇട്ടിട്ടില്ല. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് സൂചന. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. കേസെടുത്ത് അന്വേഷണം എന്ന നിലയിലേക്ക് SIT കടക്കുകയാണ്. കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരും. നേരത്തെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച മുൻ ഉദ്യോഗസ്ഥരടക്കം പ്രതിപട്ടികയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് സൂചന. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ ഈ SITയുടെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശം കോടതിയിൽ നിന്നാണ് ഉണ്ടായത്. സ്വർണ്ണ കവർച്ചയിൽ എഫ്ഐആർ വൈകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണത് വൈകുന്നതിന് കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തതകളില്ല. ഹൈക്കോടതി ഉത്തരവിറങ്ങി 24 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോഴും എഫ്ഐആർ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ എന്തോ ആശയക്കുഴപ്പമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, ഈ എഫ്ഐആർ വൈകുന്നത് എന്തുകൊണ്ടാണ് ഷഫീദ്? ഹരിജിത്ത്, ഹൈക്കോടതി ഉത്തരവിറങ്ങി 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഫുൾ സ്ട്രെച്ചിൽ അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആക്ടുകൾ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ശേഖരിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും എന്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത് ചില ആശയക്കുഴപ്പങ്ങളുടെ പേരിലാണ് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആരെയൊക്കെ പ്രതി ചേർക്കണം, അതല്ലെങ്കിൽ ചിലരെ പ്രതി ചേർക്കുന്നതിൽ സാങ്കേതികമായി കോടതിയിൽ നിന്നടക്കം തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ആശയക്കുഴപ്പം. ഇത് പരിഹരിക്കാൻ SIT സംഘം ഇതിൽ ചില നിയമപരിശോധനകൾ നടത്തുന്നു എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്ന് തന്നെ എഫ്ഐആർ ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് 2 കേസുകളായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അത് നഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ ഈ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് 2 കേസുകളായി എടുത്ത് 2 കേസുകളെ പരിഗണിച്ചുകൊണ്ട് അതിൽ അന്വേഷണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പ്രതികളാകും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ മറ്റു ചിലരെ ഈ എഫ്ഐആറിന്റെ ഭാഗമായി ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം അതാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വൈകാനുള്ള കാരണം. റിജിത്ത്, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.